ഹായ് ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ടച്ചായിട്ടുള്ള വീഡിയോ ആട്ടോ. എല്ലാ അമ്മമാർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നമ്മളെ കുഞ്ഞുണ്ടായ സമയത്ത് ഒരു ഓർമ്മ പുതുക്കലാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈവ ജനിച്ച സമയത്ത് ഈവാക്ക് വേണ്ടി വാങ്ങിയ കുറച്ച് കെട്ടുടുപ്പുകളാണ്. ബേബി ഹഗ്ഗിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഡ്രസ്സുകളാണ്. ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഞാൻ ഓരോ ഉടുപ്പ് കാണിച്ചു തരുമ്പോഴും നിങ്ങൾക്ക് ആ മെമ്മറി, തൻ്റെ കുഞ്ഞുണ്ടായപ്പോൾ വാങ്ങിച്ച ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നത് എനിക്ക് കാണാൻ സാധിക്കും അല്ലേ. അതുപോലൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറേ കുട്ടിയുടുപ്പുകളാണ്. അതുപോലെ എന്താ പറയണേ, കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം കുറച്ച് കണ്ണെഴുതാനും പൊട്ട് തൊടാനും ഈ കെട്ടുടുപ്പുകളൊക്കെ ഇടാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. നിങ്ങൾക്കതേ ആഗ്രഹമായിരിക്കുമെന്ന് എനിക്കറിയാം. അത് ഈ എന്താ പറയുക, വൈറ്റ് ഡ്രസ്സിന് പ്രത്യേക ഒരു ഭംഗിയാണ്. അതായത് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ വൈറ്റ് ഉടുപ്പൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ ആ വൈറ്റ് ഉടുപ്പൊക്കെ ഇട്ട് എന്താ പറയുക, ഒരു ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ തരുന്നത് നിങ്ങൾക്കിപ്പോൾ ഓർക്കാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ. ഇനി നമുക്ക് ഈവാനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് വാങ്ങിച്ച ഉടുപ്പാണ് കേട്ടോ ഇത്. ഈവാടെ ഡാഡ വാങ്ങിച്ച നല്ലൊരു ഉടുപ്പാണിത്. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുഞ്ഞിതായിരുന്നു, ഇത്തിരി ലൂസൊക്കെ ആയിരുന്നു. എന്നാലും ഭയങ്കര ക്യൂട്ടായിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈവാനെ കാണാനായിട്ട്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ, അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മെമ്മറീസൊക്കെ നമുക്കിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും കേട്ടോ. അതുപോലെ അതുപോലത്തെ ഒരു ഡ്രസ്സാണ്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള, കാണാനും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ സ്മൈലിയൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു ഡ്രസ്സ് കേട്ടോ. ഒരുപാട് ഡ്രസ്സൊന്നും കാണിക്കുന്നില്ല. അത്രയും കുഞ്ഞിതായിരുന്നപ്പോൾ മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു 2-3 ഡ്രസ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതും അതുപോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സ്. ഈ ഡ്രസ്സ് ഈവാടെ നാനി വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതേ മെറ്റീരിയലിൻ്റെ ഒരു പാൻറ്റും ഉണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇത് ഇടാനായിട്ട്. നല്ല ചൂടായിരിക്കും കുഞ്ഞുങ്ങൾക്ക്, ഭയങ്കര കംഫർട്ടായിരിക്കും. ഏഞ്ചൽ ഫ്രം ഹെവൻ എന്താല്ലേ, അതെ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ, ഏഞ്ചൽ ഫ്രം ഹെവൻ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ അവർ കുഞ്ഞു ചെരുപ്പുകൾ. ശരിക്കും പറഞ്ഞാൽ ഈവാക്ക് വാങ്ങിയ ഒരു ഷൂ ആയിരുന്നു വാങ്ങിയത് കേട്ടോ. അതിൻ്റെ ഒരെണ്ണം കാണുപോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അതിന് ശേഷം വാങ്ങിച്ച 2-3 സോക്സുകളാണ് കയ്യിലും കാലിലേക്ക് ഇടാൻ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു തൊപ്പി കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നും ജൂട്ടിൻ്റെ മെറ്റീരിയലാണ്. ഇത് ഈവ ജനിക്കുന്നതിന് മുമ്പ് വാങ്ങിച്ച കേട്ടോ. ഇത് ഈവാക്ക് ഇട്ട് കൊടുക്കാമെന്നൊക്കെ ഓർത്ത് വാങ്ങിച്ചാണ്. പക്ഷെ അത് ഭയങ്കര ലൂസായിപ്പോയി. ഒരു ഷൂവും അതിൻ്റെ ഒപ്പം തന്നെ അതേ മെറ്റീരിയലിൻ്റെ ഷൂ, ഒരു ബട്ടൺസൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ഷൂവും. ഈ ഉടുപ്പെന്ന് പറയണത് ഭയങ്കര ഒരു മെമ്മറബിൾ ഉടുപ്പാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ ആൻറ്റി വാങ്ങിച്ചെടുത്ത ഉടുപ്പാണ്. ഈ ഉടുപ്പ് ഭയങ്കര ഭംഗിയായിരുന്നു. സാധാരണ നമ്മൾ കെട്ടുടുപ്പ് കണ്ടേക്കുന്നത് ഞാനിപ്പോൾ ആദ്യം കാണിച്ച പോലത്തെയാണ് അല്ലേ. ഇപ്പോൾ പുതിയ കുറേ മോഡൽ കെട്ടുടുപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് രസമാണെന്ന് പറയാം കാണാനായിട്ട്. അതുപോലെ ഇവാനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ നേരത്ത് ഞാൻ ഈ ഉടുപ്പാട്ട് ഇട്ട് കൊടുത്തേ. ഭയങ്കര വലുതായിരുന്നു, എന്നാലും ഭയങ്കര ഭംഗിയായിരുന്നു അത് ഇട്ട് കഴിയുമ്പോൾ ഇവാനെ കാണാനൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഉടുപ്പുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ ഇരുന്നത്, നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ച് എവിടെ പോയാലും ഈ പിങ്ക് ഉടുപ്പായിരുന്നു. കാരണം ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, എന്താ പറയുക, കുഞ്ഞിനെ കാണാൻ. അപ്പം ഞാൻ ഇത് തന്നെ ഇടിപ്പിക്കും. വേറെ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഇത് തന്നെ ഇടിപ്പിക്കും. അത്യാവശ്യം നല്ല മെറ്റീരിയലുമാണ്. പുറകുവശം ഓപ്പണായിട്ട് നമുക്ക് കെട്ടിക്കിടക്കാവുന്ന, ഒരുപാട് ചൂടൊന്നും ഉണ്ടാവില്ല. ഇവയാണെങ്കിൽ ജനിച്ച സമയം നല്ല ചൂടുള്ള ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ടിയുള്ളൊന്നും ഇടാനും പറ്റില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര കംഫർട്ടായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് മെമ്മറീസ് വരുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ചെറിയ ചെറിയ ബോകളാട്ടോ തലയിൽ വയ്ക്കുന്നത്. കുറച്ചുകൂടി ഉണ്ട്. ഞാൻ അതിനകത്ത് അന്ന് ചെറുപ്പത്തിൽ വാങ്ങിച്ച കുറച്ച് ബോകളാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കും, അതൊന്നും തലയിൽ വെക്കില്ല. ചെറുപ്പത്തിൽ ഇതെല്ലാം വെക്കുമായിരുന്നു, കുഞ്ഞിതായിരുന്നപ്പോൾ. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ശരിക്കും 7ാമത്തെ മാസത്തിൽ ഈവാക്ക് വാങ്ങിച്ച ഡ്രസ്സാട്ടോ. അന്ന് ഓണമായിരുന്നു. ഓണത്തിന് ഞാൻ ഓടിപ്പാഞ്ഞ് നടന്ന് പെട്ടെന്ന് തന്നെ
ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്ത് തയ്പ്പിച്ചാട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു ഈ ഡ്രസ്സിൽ ഇവാനെ കാണാനായിട്ട്. ഞാനതിൻ്റെ ഫോട്ടോ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ, ഈവാതിട്ട് നിൽക്കുന്ന ഫോട്ടോ. ഇതൊക്കെ എന്താ പറയുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത്. അന്ന് ഞാൻ അങ്ങനെ ഓണത്തിന് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത കാരണം ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു മെമ്മറിയാണ് അതൊക്കെ. ഇത് എല്ലാ അമ്മമാർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകാനും കുറുക്ക് കൊണ്ടുപോകാനും പാലൊക്കെ പിഴിഞ്ഞ് വയ്ക്കുന്ന ഒരു ചെറിയ കുപ്പി. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ പാലും ഒക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം കേട്ടോ. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇത് ഈവാക്ക് വാങ്ങിച്ച, അതായത് ഈവാക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച കളിപ്പാട്ടം കേട്ടോ അത്. ഇങ്ങനെ കിലുകില കിലുകില എന്നുള്ള കിലുക്കം ഇതും അതൊക്കെ തന്നെയാണ്. ഇത് ഞാൻ ഇവിടെ ബാഗ് വീഡിയോ ചെയ്തപ്പോൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയായിരുന്നു. വളരെ കുഞ്ഞിതായിരുന്നപ്പോൾ ഈവാക്ക് ഓരോരുത്തരായിട്ട് എല്ലാവരും പോകുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചു കൊണ്ട് വരും. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ ഒന്നും കവർ പൊട്ടിച്ചിട്ട് പോലുമില്ല. കാരണം എന്താ വെച്ചാൽ ആ സെയിം സാധനം തന്നെ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളും കിൽക്കാൻ വേണ്ടി കൊണ്ടുവരുമല്ലോ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കൊടുക്കുന്ന കുറേ കളിപ്പാട്ടങ്ങളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ പഴയ കാര്യങ്ങളൊന്നും ഒരുപാട് പഴയതായിട്ടില്ല എൻ്റെ മെമ്മറീസ്. പക്ഷെ നിങ്ങൾക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കുഞ്ഞ് വളരുന്ന ഓരോ ഘട്ടവും നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കും.